ലോകൈകനാഥാ നിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക. കാൽവരിയിലെ യേശുവിന്റെ പീഡാനുഭവ സ്മരണയിൽ വലിയ നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് കണ്ണൂർ രൂപതയിലെ വൈദികർ വലിയ നോമ്പിന്റെ ആദ്യ വെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടത്തി. രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല പിതാവിന്റെയും സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ അമലോത്ഭവമാതാ ദേവാലയത്തിൽ നിന്നും ഏഴിമല ലൂർദ് മാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കുരിശിന്റെ വഴി നടത്തിയത്. ഈസ്റ്ററിന് മുന്നോടിയായുള്ള നോമ്പാചരണത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ 6:30 ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ അഭിമന്യ അലക്സ് പിതാവിനും ഡെന്നിസ് പിതാവിനുമൊപ്പം രൂപതയിലെ 30ഓളം വൈദികരാണ് മരക്കുരിശുകളുമേന്തി കുരിശിന്റെ വഴിയിൽ ധ്യാനനിരതരായി പങ്കെടുത്തത്. ആഗോള കത്തോലിക്കാ സഭയ്ക്കും ലയോ പാപ്പയ്ക്കും വൈദികരുടെ നവീകരണത്തിനും വൈദിക ജീവിതത്തിലേക്ക് കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത്. രാവിലെ 6:30 ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ യേശുവിന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഗാനങ്ങളുമായി 9 മണിയോടെയാണ് ഏഴിമല ലൂർദ് മാതാ തീർത്ഥാടന ദേവാലയത്തിൽ സമാപിച്ചത്. യഥാർത്ഥത്തിൽ കുരിശിലേക്ക് നോക്കിയാൽ തീരാവുന്ന സങ്കടങ്ങളെ നമുക്കുള്ളൂവെന്നും കർത്താവിനോട് അടുത്ത് നിൽക്കുന്നവർക്ക് അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത കരുത്തും കൃപയും കാരുണ്യവും അവിടുന്ന് നൽകുമെന്നും ആമുഖ പ്രഭാഷണത്തിൽ അലക്സ് പിതാവ് പറഞ്ഞു. അതേസമയം വലിയ നോമ്പിന്റെ ചൈതന്യം എല്ലാ വൈദികരിലും വിശ്വാസികളിലും ഈ ദിനങ്ങളിൽ ഉണ്ടാകണമെന്ന് ഡെന്നിസ് പിതാവും ആശംസിച്ചു. ഷെക്കേന ന്യൂസ്, കണ്ണൂർ.